إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് തഖ്വ കൊണ്ട് ആദ്യം സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളാകുന്ന നാം അടങ്ങുന്ന മനുഷ്യരിൽ അവൻ പ്രത്യേകമായ ശ്രേഷ്ഠതയും സ്ഥാനവും നൽകി ആദരിച്ചവരുണ്ട്. അവൻ പദവികൾ ഉയർത്തിയവരും കീർത്തിയും പ്രശസ്തിയും വാനോളം പുകഴ്ത്തപ്പെടാനും പ്രശംസിക്കപ്പെടാനും അർഹതയും സ്വീകാര്യതയും കൽപ്പിച്ചവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്കിടയിൽ, മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ, ജനപദങ്ങൾക്കിടയിൽ സാധാരണ ബഹുജനങ്ങളെ അപേക്ഷിച്ച് പൊതുജന സമക്ഷം വഴികാട്ടികളായി, പ്രകാശഗോപുരങ്ങളായി, വിളക്കുമാടങ്ങളായി, പരിഷ്കർത്താക്കളായി, നവോത്ഥാന നായകന്മാരായി ഈ സമൂഹത്തെ വഴി നയിക്കാൻ തിരഞ്ഞെടുത്ത മഹാമനീഷികളുണ്ട്. അവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ. അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ മാനവ സമൂഹത്തിലെ ശ്രേഷ്ഠർ. അവരാണ് യഥാർത്ഥ ഉബ്ബാദുകൾ. അവരാണ് യഥാർത്ഥ അത്ഖിയാകൾ. അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചു ജീവിച്ചു മരിച്ചവർ. അതെ, അവർ തന്നെയാണ് അൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് എത്രയാണ് അവന്റെ കലാമിൽ, പരിശുദ്ധ ഖുർആനിൽ പ്രശംസിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് അവരുടെ ശ്രേഷ്ഠതകൾ ഈ ഉമ്മത്തിന്റെ റസൂലിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ചത്. അല്ലാഹു ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ചോദിക്കുക നബിയെ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അതിന്റെ ആഴത്തിലുള്ള അറിവും വിജ്ഞാനവും സമ്പാദിച്ചവരായ ഉലമാക്കളും അതില്ലാത്ത സാധാരണക്കാരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചു പാഠം ഉൾക്കൊള്ളുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, കലിമത്തു തൗഹീദ്, ഇസ്ലാമിന്റെ അടിത്തറ, അത് സാക്ഷ്യം വഹിച്ചവനായി അവനെ തന്നെ നമ്മെ പരിചയപ്പെടുത്തി. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന കലിമത്തു ഷഹാദയുടെ ഒന്നാമത്തെ സാക്ഷി അല്ലാഹു തന്നെയാണ്. അവൻ തന്നെ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകളെ പറഞ്ഞു. മലക്കുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ അവൻ പിന്നെ എടുത്തു പറഞ്ഞത്, മലക്കുകളോട് ചേർത്തി പറഞ്ഞത്, അള്ളാഹുവിനെ പരാമർശിച്ചതിന് ശേഷം സൃഷ്ടികളിൽ ഏറ്റവും സുരക്ഷിതരായ, പാപക്കറകൾ തൊട്ടുതീണ്ടാത്ത, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മഹോന്നതരായ മലക്കുകളെ പറഞ്ഞതിന് ശേഷം മനുഷ്യരിൽ നിന്ന് അവൻ എടുത്തു പറഞ്ഞത് വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിയോടെ വിജ്ഞാന കുതികളായി അള്ളാഹുവിന്റെ ദീനിന്റെ തെളിവുകൾ അത് പഠിച്ച് പ്രവർത്തിച്ച് സ്ഥാപിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ സാക്ഷ്യം വഹിച്ച ഉലുൽ ഇൽം, ഉലമാക്കൾ, അറിവുള്ളവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിന്റെ സാക്ഷ്യത്തിന് സൃഷ്ടികളിൽ നിന്ന് എടുത്തു പറഞ്ഞവരിൽ ഉലമാക്കളെ, ഇൽമുള്ളവരെ അവൻ എണ്ണി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിനെ യഥാവിധം ഭയപ്പെടുന്നവർ അവർ മാത്രമാണ്, ഉലമാക്കൾ മാത്രമാണ് എന്ന് വിശേഷിപ്പിച്ചു. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവനെ ഭയപ്പെടുന്നവർ, ഇൽമുള്ള, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള യഥാർത്ഥ പണ്ഡിതന്മാർ, ഉലമാക്കളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു. തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും നാളെ ആഖിറത്തിലും ഇഹലോകത്തും മരിക്കാത്ത പരലോകത്തും പദവികൾ ഉയർത്തി നൽകുന്നവർ, അവരുടെ കൂട്ടത്തിൽ ഇൽമുള്ള ഉലമാക്കളെ പ്രത്യേകമെണ്ണി. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും ഇൽമ നൽകപ്പെട്ടവരെയും അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തും. ഇഹലോകത്തും നാളെ പരലോകത്തും നിസ്സംശയം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളോടൊപ്പം, മുർസലീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിലെ ഏറ്റവും മഹാന്മാരായ, ശ്രേഷ്ഠരായ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളോടൊപ്പം അവർക്ക് അള്ളാഹു സ്ഥാനം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവിലൂടെ അവിടുന്ന് പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. ഈ ദുനിയാവിൽ നാം അധ്വാനിക്കുന്നത്, നാം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, നാം പണിയെടുക്കുന്നത് പരലോകത്തിന് വേണ്ടിയാണ്. ആത്യന്തികമായി സ്വർഗം വെട്ടിപ്പിടിക്കാനാണ്. സ്വർഗത്തിലേക്കുള്ള പോംവഴി എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം തേടി ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അതെ, അവൻ ആ മാർഗത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള പോംവഴി, എളുപ്പവഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിളൻ താലിബൽ ഇൽം, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം അന്വേഷിക്കുന്ന, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ദീൻ പഠിച്ചു തുടങ്ങുന്ന, ദീനിന്റെ പ്രാഥമിക പാഠങ്ങൾ അയവിറക്കുന്നവർ, അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അവരോടുള്ള തൃപ്തി സൂചകമായി, ആദരവായി അവർക്ക് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദീനിനെ പകർന്നു കൊടുക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഈ ഉമ്മത്തിനെ ഹിദായത്തിലേക്കും നന്മയിലേക്കും സത്യത്തിലേക്കും വഴി നടത്തുന്ന ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, വഇന്നൽ ആലിം, ആ പണ്ഡിതന്മാർക്ക് വേണ്ടി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടികളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടും. എത്രത്തോളം എന്ന് വെച്ചാൽ വൽഹീതാനു ഫീ ജൗഫിൽ മാ, സമുദ്രാന്തർഭാഗത്തുകൂടി ഊളിയിടുന്ന മത്സ്യങ്ങൾ പോലും
വേറൊരു റിപ്പോർട്ടിൽ കാണാം ഹത്തൻ നംല ഫീ ജുഹ്രിഹാ, മാളങ്ങളിൽ പതിയിരിക്കുന്ന ചെറിയ ഉറുമ്പുകൾ പോലും ഉലമാക്കൾക്ക് വേണ്ടി, ഉമ്മത്തിന്റെ പണ്ഡിതന്മാർക്ക് വേണ്ടി, ഇസ്ലാമിന്റെ അഇമ്മത്തുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ്, ഒരു ആലിമിന് മറ്റു സാധാരണ മുസ്ലിം ജനങ്ങളെക്കാൾ ഉള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സാഇരിൽ കവാകിബ്, പൗർണമിയുടെ ദിവസത്തിൽ പൂർണ്ണചന്ദ്രൻ വെട്ടിത്തിളങ്ങി പ്രകാശിച്ചു നിൽക്കുന്നത് പോലെ മറ്റു ഗ്രഹങ്ങൾക്ക്, ആകാശഗോളങ്ങൾക്ക് പൂർണ്ണചന്ദ്രൻ വെട്ടിത്തിളങ്ങി പ്രകാശിച്ചു നിൽക്കുമ്പോൾ എത്രമേൽ അതിന്റെ പ്രകാശം അപ്രസക്തമാകും, എത്രമേൽ അത് അവഗണിക്കപ്പെടും, അത്രമേൽ പൗർണമിയുടെ ദിനത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ സമാനമാണ് സാധാരണക്കാരായ ജനങ്ങളെ അപേക്ഷിച്ച് ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ, ഉലമാക്കൾക്കുള്ളത്. വഇന്നൽ അംബിയാ വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, അവർ അംബിയാക്കളുടെ അനന്തരവന്മാരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് നമ്മോട് പറയുന്നു, അംബിയാക്കളുടെ വഹീന്റെ വിജ്ഞാനം അത് പകർന്നെടുക്കുന്ന, അനന്തരമെടുക്കുന്ന മഹാ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. വഇന്നൽ അംബിയാ ലം യുവറിഫു ദീനാറൻ വലാ ദിർഹമ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അംബിയാക്കൾ ദീനാറോ ദിർഹമോ അനന്തരമാക്കി പോയിരിക്കുന്നു എന്ന്. ഇല്ല, അംബിയാക്കൾ അനന്തര സ്വത്ത് ദീനാറും ദിർഹവുമല്ല, സ്വർണവും വെള്ളിയുമല്ല, സമ്പത്തിന്റെ കൂമ്പാരങ്ങളല്ല, മറിച്ച് ഇന്നമാ വറസുൽ ഇൽം, അവർ അനന്തരമാക്കി ഏൽപ്പിച്ചത് ഈ ദീനിന്റെ വിജ്ഞാനങ്ങളാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആകാശലോകത്ത് നിന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മധ്യസ്ഥതയിൽ ഭൂമി ലോകത്തേക്ക് ഇറക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വഹീന്റെ പ്രകാശമാണ് അംബിയാക്കൾ അനന്തരമാക്കി ബാക്കി വച്ചത്. അതാണ് ഉലമാക്കൾ, ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ ഏറ്റെടുത്ത അനന്തര സ്വത്ത്. ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിർ, ആരെങ്കിലും ആ അനന്തര സ്വത്ത് പകുത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാധാരണക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനമാണ്, ആരെങ്കിലും അംബിയാക്കളുടെ അനന്തര സ്വത്ത്, വഹീന്റെ പ്രകാശമാകുന്ന, വഹീന്റെ വെളിച്ചമാകുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒഴിമുത്തുകൾ ആരാണോ പകർന്നെടുക്കാൻ ആ പണ്ഡിത ശ്രേഷ്ഠരിൽ നിന്ന് സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, അവൻ പകർന്നെടുത്തിരിക്കുന്നത് ഏറ്റവും മഹത്തായ ഓഹരിയാണ്, ഏറ്റവും മികച്ചൊരു വിഹിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഹിതത്തിൽ നിന്ന് അനന്തര സ്വത്തായി നാം ഓരോരുത്തർക്കും മുസ്ലിം ഉമ്മത്തിനും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാരിൽ മഹാനായ ഒരു മനുഷ്യൻ, മദീനയിൽ ജീവിച്ചിരുന്ന അൽ ഇമാം അൽ മുഹദ്ദിസ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് കഴിഞ്ഞ ദിവസം മുസ്ലിം ഉമ്മത്തിനോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ നഷ്ടം, അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനുണ്ടായ നഷ്ടം, വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇൽമിനെ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് തീരാ നഷ്ടമായി പരിണമിക്കും. അതെ, ഉമ്മത്തിലെ ഉലമാക്കളുടെ നഷ്ടം, അവരുടെ വിയോഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്, മാനവ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. അവരുടെ ജീവനേക്കാൾ, അവരുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ അഭിമാനത്തെക്കാൾ നമുക്ക് ഏറ്റവും നഷ്ടക്കണിയായി മാറുന്ന നഷ്ടമായി ഓരോ മുസ്ലിമും വിലയിരുത്തേണ്ട നഷ്ടമാണ് ഉലമാക്കളുടെ മരണം കൊണ്ടുള്ള നഷ്ടം. ഒരു നൂറ്റാണ്ട് കാലത്തോളം, ഏകദേശം 90-ലധികം വർഷം, 95-96 വർഷങ്ങൾ അദ്ദേഹം മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ഈ വൈജ്ഞാനിക സംഭാവനകൾ പകർന്നു നൽകി സേവനമനുഷ്ഠിച്ചു. ആ പേര് നിങ്ങൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുക. നമ്മുടെ മനസ്സിൽ പല പേരുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. പലരെക്കുറിച്ചും നമ്മൾ വാതോരാതെ സംസാരിക്കുന്നുണ്ടാവും. പലരെക്കുറിച്ചുമുള്ള ദിനം പ്രതിയുള്ള അവരുടെ ജീവിതത്തിൽ അപ്ഡേഷൻസ് വരെ നമുക്ക് ഹൃദിസ്ഥമായിരിക്കും. പക്ഷേ ഈ മുസ്ലിം ഉമ്മത്തിനെ നയിച്ച പണ്ഡിത കേസരികളെ കുറിച്ച്, മഹാമനീഷികളെ കുറിച്ച് നമ്മുടെ യുവതലമുറക്കറിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ അയിമ്മത്തിനെ കുറിച്ച് അവരുടെ പേര് പോലും നമുക്കറിയില്ല. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ടുന്ന മഹത്തായ നാമമാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ കഴിഞ്ഞ കാലത്തും അടുത്ത കാലത്തും ഒരുപാട് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉലമാക്കൾ നമ്മുടെ നാട്ടിൽ ശുഭ്രവസ്ത്രധാരികളായി, തലപ്പാവുധാരികളായി, അവർ മരിച്ചാൽ അവരുടെ ഖബറുകൾക്ക് മീതെ മൺകൂനകളായി പടുത്തുയർത്തപ്പെടേണ്ടുന്ന ജാറങ്ങളും മഖ്ബറകളും അത് നിർമ്മിക്കാൻ വേണ്ടി കോടികൾ മുസ്ലിം ഉമ്മത്തിന്റെ പണച്ചാക്കുകളിൽ നിന്ന് കൈക്കലാക്കി
ഇതാ കോടികൾ മുടക്കി മസ്ജിദുകൾ പണിഞ്ഞ് തന്റെ മക്കൾക്ക് വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഇവിടുത്തെ പണ്ഡിത വേഷധാരികളെ കുറിച്ചല്ല എന്റെ ചർച്ച. അതല്ലെങ്കിൽ ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന അധികാര കസേരകൾക്ക് വേണ്ടി അതിനു മുകളിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ദീനിന് അധികാരത്തിനു മുകളിൽ, സ്ഥാനത്തിനു മുകളിൽ, നേതൃത്വത്തിനു മുകളിൽ പുല്ലുവില പോലും കൽപ്പിക്കാത്ത നവോത്ഥാനത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ഏതെങ്കിലും നവനേതാക്കളെ കുറിച്ചല്ല എന്റെ ചർച്ച. മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ധീരമായി ഇസ്ലാമിനു വേണ്ടി ശത്രുക്കൾക്കെതിരെ അടർക്കളത്തിൽ പോരാടാൻ വരെ, ജിഹാദിൽ ഏർപ്പെടാൻ വരെ സന്നദ്ധരായിരുന്ന ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ പോലെ, മക്കയിലും മദീനയിലും വഹീന്റെ വചനാമൃതങ്ങൾ പെയ്തിറങ്ങിയ ഭൂമികയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയെ പോലെ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ളയെ പോലെ ലോക മുസ്ലിം ഉമ്മത്തിന് വൈജ്ഞാനിക സംഭാവനകൾ ഇന്നും പകർന്നുകൊണ്ടിരിക്കുന്ന ലോക പണ്ഡിതന്മാരിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അവരെയാണ് പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഈ പൊട്ടക്കിണറ്റിൽ, കേരളമാകുന്ന പൊട്ടക്കിണറ്റിൽ അതിന്റെ ഏഴേലത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. അവരിലേക്കെത്താൻ, അവരിലേക്ക് നയിക്കാൻ ഈ ഉമ്മത്തിൽ ഇന്നും നഷ്ടസ്വത്തായി അത്തരത്തിലുള്ള പണ്ഡിത കേസരികൾ വളർന്നു വരുന്നതിൽ നമുക്ക് പുതുജീവൻ നൽകാൻ നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാവി തലമുറയിൽ വീട്ടിൽ ഒരു കുഞ്ഞിനെയെങ്കിലും, ഒരു മകനെയെങ്കിലും, ഒരു കുട്ടിയെങ്കിലും ആ മാർഗത്തിലേക്ക്, ആ മഹാന്മാരുടെ, ആ പണ്ഡിതരുടെ ലോകത്തേക്ക്, അവർ വഴിതെളിച്ച വഴിയിലേക്ക്, ആ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്കുള്ള പോംവഴിയിലേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി വകഞ്ഞുവെക്കാൻ സമർപ്പിത യൗവനമായി അവരെ വഴിതിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണമെന്ന ഓർമ്മപ്പെടുത്തലും ഗുണകാംക്ഷയുമാണ് ഈ സംസാരത്തിന് പ്രേരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ തുടരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിന്റെ അനന്തര സ്വത്തേറ്റെടുത്ത അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിച്ച ഉലമാക്കൾ, അവരുടെ കരങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സത്യം മനസ്സിലാക്കിയത്. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ധാർമ്മികത, എന്താണ് അധാർമികത, എന്താണ് സന്മാർഗം, എന്താണ് ദുർമാർഗം, എങ്ങനെ നാം മനസ്സിലാക്കി, എങ്ങനെ നാം വായിച്ചെടുത്തു, എങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോടെടുത്തു, എങ്ങനെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ, മിമ്പറുകളിൽ ഉയരുന്ന ഉത്ബോധനങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതു കൂർപ്പിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു. ഈ ഉലമാക്കൾ ഉമ്മത്തിന് പകർന്നു നൽകിയ സന്മാർഗത്തിന്റെ പ്രകാശത്തിലൂടെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അവർ സത്യത്തെയും സന്മാർഗത്തെയും ഉമ്മത്തിന് പകർന്നു നൽകി. ബാത്തിലിനെയും തിന്മകളെയും അവർ വകഞ്ഞു മാറ്റി. ഫകം മിൻ ഹാലികിൻ അൻഖദു, എത്ര നശിച്ചവരെയാണ് അവർ കൈപിടിച്ചുയർത്തിയത്. വകം മിൻ ശഖീൻ അസ്അദു, എത്ര ദൗർഭാഗ്യവാന്മാരെയാണ് അവർ സൗഭാഗ്യത്തിന്റെ വിഹായത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഫറുബ്ബ ഹിമ്മത്തിൻ അഹ്യത് ഉമ്മത്തൻ, അവരെ എത്ര ത്യാഗ പരിശ്രമങ്ങളാണ് ഈ ഉമ്മത്തിന് നവജീവൻ പകർന്നത്. യുഗയുഗങ്ങളായി, കാലഘട്ടങ്ങളിലൂടെ, ജനപദങ്ങളിലൂടെ പരിഷ്കരണമായി, ദീനിന്റെ പരിഷ്കരണമായി, നവോത്ഥാനമായി എത്ര സമൂഹമാണ് നവജീവൻ കൈക്കൊണ്ടത്. സഹോദരങ്ങളെ, അവർ ഈ ദീനിന്റെ വിജ്ഞാനത്തിന്റെ പതാകവാഹകരാണ്. അള്ളാഹുവിന്റെ മുർസലീങ്ങളുടെ മാർഗം നമുക്ക് തുറന്നു തന്നവർ. ആ മാർഗത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അതിലായിരിക്കണം അവരുടെ അവശേഷിപ്പുകൾ, വൈജ്ഞാനിക സംഭാവനകൾ. അതായിരിക്കണം നമ്മൾ പകർന്നെടുക്കുന്ന ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സ്വത്ത്. ഫഹും ലൗഉ ശംസി ലിൽ അബ്സാർ, അവർ കണ്ണുകൾക്ക് സൂര്യ തേജസ് പോലെ പ്രകാശം വിതറുന്നവരാണ്. വനുജൂമു സായിരീന ഫിൽ അസ്ഫാർ, രാത്രിയുടെ അഗാധതയിൽ വഴിതെറ്റി അലയുന്ന കപ്പലിൽ സഞ്ചരിക്കുന്നവർക്ക് നക്ഷത്രം വഴികാട്ടുന്നത് പോലെ, കൂരിലിട്ടത്ത് നക്ഷത്രം വഴിയടയാളമാകുന്നത് പോലെ ഉമ്മത്തിന് വഴിയടയാളമാകുന്ന നക്ഷത്രങ്ങളാണവർ. ഉമശാഇൽ ഹുദ, സന്മാർഗത്തിന്റെ പ്രകാശ ഗോപുരങ്ങൾ. വഅലാമു തുഖ, സൂക്ഷ്മതയുടെയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിന്റെയും അടയാളങ്ങൾ. ബിഹിമു ദുനിയ ഖദ് സാനത്, അവരെ കൊണ്ടാണോ ഈ ദുനിയാവിന് ഭംഗിയുണ്ടായത്, ഈ ദുനിയാവ് അലങ്കൃതമായത് അവരെ കൊണ്ടാണ്. വഅമറുൽ അയ്യാമ ബിൽ ഉലൂമി യൻശുറൂനഹ, ദിനരാത്രങ്ങൾ, മനുഷ്യരുടെ ആയുസ്സുകൾ, യുഗങ്ങൾ, കാലാന്തരങ്ങൾ, അത് പരിഷ്കരിക്കപ്പെട്ടതും അത് സമ്പന്നമാക്കപ്പെട്ടതും മനുഷ്യരുടെ ദിനരാത്രങ്ങൾ ധന്യമായതും അവർ പ്രചരിപ്പിച്ച ദീനിന്റെ മൊഴിമുത്തുകൾ അത് പകർന്നെടുത്തതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, യദ്ഊന മൻ ദല്ല ഇലൽ ഹുദാ, പിഴച്ചവരെ സന്മാർഗത്തിലേക്ക് നയിച്ചവർ. വയസ്ബിറൂന മിൻഹും അലൽ അദാ,
ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുക വഴി ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു. അവരിൽ പലരും കൊല്ലപ്പെടേണ്ടി വന്നു. കാരാഗ്രഹങ്ങളിൽ ഒരു പുരുഷായുസ് മുഴുവൻ ത്യജിക്കേണ്ടി വന്നു. ഉമ്മത്തിനു വേണ്ടി ഉപദ്രവങ്ങൾ, പ്രബോധിത സമൂഹത്തിന്റെ ഉപദ്രവങ്ങൾ ചുമലിലേറ്റെടുത്തവർ, യുഹ്യൂന ബികിതാബില്ലാഹിൽ മൗത, ചിത്തം മരിച്ചുപോയവർ, ഹൃദയം മരിച്ചുപോയവർ, അവർക്ക് അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് അവർ ജീവൻ പകർന്നു. യുബസ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ ഉമ, അന്ധത ബാധിച്ചവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ കാണാൻ പറ്റാതെ കണ്ണടഞ്ഞു പോയവർ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രകാശം കൊണ്ട് കാഴ്ച പകർന്നവർ. ഫകം മിൻ ഖതീലിൻ ഇബ്ലീസ് ഖദ് അഹ്യൗ, ഇബ്ലീസ് സാക്ഷാൽ പിശാച് തടവറയിലാക്കിയ, കാരാഗ്രഹത്തിലാക്കിയ, വധിച്ചു കളഞ്ഞ എത്ര പാവപ്പെട്ട അടിമകളെയാണ് അവർ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത്. ഇബ്ലീസ് കൊന്നൊടുക്കിയ എത്ര പേരെയാണ് അവർ ഹൃദയത്തിന് ജീവൻ പകർന്ന് ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നത്. വകം മിൻ ദാലിൻ തായിഹിൻ ഖദ് ഹദൗ, എത്ര പിഴച്ചുപോയ വഴികെട്ട ദുർമാർഗികളെയാണ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അവർ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. സഹോദരങ്ങളെ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ സേവനം, അവർ ഈ ഉമ്മത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ മറന്നുകൂടാ, നമ്മൾ കണ്ണടച്ചുകൂടാ. അവരെ കുറിച്ച് ചിന്തയോ ചർച്ചയോ അവരുടെ മരണം മനസ്സിലൊരു മുഷിച്ചിലോ പ്രയാസമോ ഉണ്ടാക്കാതെ ഒരു മുസ്ലിം ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു, അവന്റെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിയിരിക്കുന്നു, അവന്റെ കൽബ് മരവിച്ചു പോയിരിക്കുന്നു, അവന്റെ ഹൃദയം പാറക്കല്ലിനേക്കാൾ കടുത്തുപോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, ഈ ദീനിന്റെ വിജ്ഞാനം പകർന്നു നൽകിയ മഹാന്മാരായ ഉലമാക്കൾക്ക് നൽകിയ സ്ഥാനം, അത് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദയാണ്. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നേടുക എന്നത് നമുക്ക് ഇബാദത്താണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഈ ഉമ്മത്തിലെ ഉലമാക്കളെ, അഹ്ലു സുന്നയുടെ യഥാർത്ഥ പണ്ഡിതന്മാരെ നമ്മൾ അനുസരിക്കുക എന്നത്. അല്ലാഹു സൂറത്തു അൻ-നിസാഇൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുവിൻ. വ ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെയും അനുസരിക്കുവിൻ. പണ്ഡിതന്മാരിൽ ധാരാളം പേർ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഉലുൽ അംറുകളിൽ അൽ ഉലമാ, മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ എണ്ണപ്പെടുന്നു. അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം ഭരണാധികാരികളും ഉലുൽ അംറിൽ എണ്ണപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ പറഞ്ഞതോടൊപ്പം അവൻ കൽപ്പനയുടെ സ്വരത്തിൽ അനുസരിക്കാൻ പറഞ്ഞവരാണ് ഉലമാക്കൾ. കിതാബിലേക്കും സുന്നത്തിലേക്കും നയിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാർ സ്വന്തം ദേഹേച്ഛകളിലേക്കും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തവർ, അങ്ങനെയുള്ള പണ്ഡിത വേഷധാരികളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. യഥാർത്ഥ പണ്ഡിതന്മാർ അവരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ അനന്തരവന്മാർ എന്ന് പറഞ്ഞവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശേഷിപ്പിച്ചവർ, ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു സ്ഥാനം പകുത്തു നൽകുന്നവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ആദരിക്കാത്തവർ, അവരെ ബഹുമാനിക്കാത്തവർ, അവരുടെ വില തിരിച്ചറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. ഇമാം അഹ്മദിന്റെ സുനനിലും മുസ്നദിലും ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലും വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യുജില്ല കബീറന, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല അവരിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ, ഉമ്മത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല. വയർഹം സ്വഗീറന, എന്റെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളിലെ ചെറിയവർക്ക് കരുണ പകുത്തു നൽകാത്തവർ, അവരോട് കാരുണ്യം കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. വയഅരിഫു ലിആലിമിന ഹഖഹു, ഈ ഉമ്മത്തിലെ ഉലമാക്കൾക്ക് അവരുടെ ഹക്ക് വകവെച്ച് നൽകാത്തവർ, അവരെ ബഹുമാനിക്കാത്തവർ, അവരെ ആദരിക്കാത്തവർ, അവരെ വിലയും സ്ഥാനവും തിരിച്ചറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുടെ ഭാഗമാണ് ഈ ഉമ്മത്തിലെ ഉലമാക്കൾ. അവർ ജീവിച്ചിരുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അവരെ വില തിരിച്ചറിയുക, അവരുടെ ശ്രേഷ്ഠതകൾ അയവിറക്കുക, അവരുടെ വൈജ്ഞാനിക സംഭാവനകളിൽ അവരുടെ പിന്നിൽ നടക്കുക, അത് പ്രചരിപ്പിക്കുന്ന വക്താക്കളാകുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാകുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉമ്മത്തിന് വേണ്ടി ഉപകാരം ചെയ്ത ആ മഹാമനീഷികളെ ഓർക്കുക എന്നത് അത് ഇബാദത്തായി മാറും, അല്ലാഹുവിനുള്ള പ്രതിഫലാർഹമായ പുണ്യപ്രവൃത്തിയായി മാറുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മിൻ അഖീദത്തി അഹ്ലി സുന്ന വൽ ജമാഅ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ
വിശ്വാസത്തിൽപ്പെട്ടതാണ്. അന്നഹും യദീനൂന അല്ലാഹ ബിഇഹ്തിറാമിൽ ഉലമാഇൽ ഹുദാത്ത്, സന്മാർഗ ചരിതരായ ഈ ഉമ്മത്തിന്റെ യഥാർത്ഥ ഉലമാക്കളെ ആദരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനായി പുണ്യപ്രവൃത്തിയായി കൊണ്ടു നടക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. യതഖറബൂന ഇലല്ലാഹി തആല ബിതൗഖീരിൽ ഉലമാ വതഅലീമി ഹുർമതിഹിം, ഉലമാക്കളുടെ സ്ഥാനവും അവരുടെ ഗാംഭീര്യവും തിരിച്ചറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അതിലൂടെ പ്രതിഫലം ആഗ്രഹിക്കുക, അല്ലാഹുവിന്റെ സാമീപ്യം തേടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പകർന്നു നൽകിയ കറകളഞ്ഞ ദീനിന്റെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. പക്ഷെ ഇന്നു കാണാം സ്വതന്ത്രമായി ഗവേഷണം ചെയ്യുന്നവർ ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് 114 അധ്യായങ്ങളിലെ 6000-ൽ പരം ആയത്തുകൾ ഒരു തവണ പോലും വായിച്ചു തീർക്കാത്തവർ, അതിന്റെ അർത്ഥം പോലും അറിയാത്തവർ, ഖുർആനും സുന്നത്തും ഇറങ്ങിയ ഭാഷ അറിയാത്തവർ, അതിനെ വ്യാഖ്യാനിച്ച മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി എന്ന് അവരുടെ ആധാറുകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഭാഷ അറിയാത്തവർ, അവരാണ് വലിയ പണ്ഡിത കേസരികളായി, പണ്ഡിത വേഷധാരികളായി ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് മുമ്പിൽ ലക്ഷങ്ങൾ റീച്ചുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ ശബ്ദിക്കുന്നുണ്ടാകും, അവർ നാവിട്ടടിക്കുന്നുണ്ടാവും, വാക്ചാതുരിയോടെ മനോഹരമായി സംവദിക്കുന്നുണ്ടാകും, സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ടാകും, സംസാരിക്കുന്നുണ്ടാകും. ആ പണ്ഡിത വേഷധാരികളെ കുറിച്ച്, അറിവാളന്മാരായി സമൂഹത്തിൽ ചിത്രീകരിക്കുന്നവരെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. ഉമ്മത്തിന്റെ യഥാർത്ഥ അയിമ്മത്തുകൾ നമ്മളവരെ കണ്ടിട്ടില്ല, നമ്മളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവരിൽ പലരുടെയും പേരുകൾ പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ഈ പണ്ഡിത വേഷധാരികൾ അവരാണ് പണ്ഡിതന്മാരെന്ന് തെറ്റിദ്ധരിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ അയിമ്മത്തുകൾ ഉലമാക്കൾ എന്ന് കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് അവജ്ഞയും അവഗണനയും കയറി വരികയും ചെയ്തു. കാരണം എന്താണ്? നമ്മൾ കണ്ടവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല എന്നതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ ഉലമാക്കൾ നമ്മൾ തിരിച്ചറിയണം, മുസ്ലിം ഉമ്മത്തിന്റെ അയിമ്മത്തിനെ നമ്മൾ തിരിച്ചറിയണം. അവരുടെ പേരുകൾ, അവരുടെ ചരിതങ്ങൾ നമ്മുടെ മക്കളുടെ കാതിലൂടെ ഹൃദയത്തിൽ കോറിയിടണം, ആ മാർഗത്തിലൂടെ അവരെ നയിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ, വീട്ടിലൊരു കുഞ്ഞിനെയെങ്കിലും ഒരു കുട്ടിയെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഈ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ ത്യാഗസന്നദ്ധരാകണം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഡോക്ടർമാരല്ല, എഞ്ചിനീയർമാരല്ല, ആധുനിക വിദ്യാസമ്പന്നരല്ല, ഡോക്ടറേറ്റ് എടുത്തവരല്ല, അല്ല, ഭൗതികമായി സ്ഥാനവും അധികാരവും നേട്ടവും സമ്പത്തും കയ്യാളാൻ സാധിക്കാത്ത ദുനിയാവിന്റെ ഞെരുക്കമല്ല. മുസ്ലിം ഉമ്മത്ത് ആധുനിക കാലഘട്ടത്തിൽ വിശിഷ്യ കേരളമാകുന്ന നമ്മുടെ ഈ പൊട്ടക്കിണറ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശരിയായ ഇൽമിന്റെ വാഹകരായ അയിമ്മത്തിലേക്ക്, ഉലമാക്കളിലേക്ക് നയിക്കുന്ന പ്രബോധകന്മാർ, പണ്ഡിതവര്യറില്ല എന്നതാണ്. അതിനുവേണ്ടിയാകട്ടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള ചിന്തയും പരിശ്രമവും, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കളുടെ മരണം നമുക്ക് നൽകുന്ന വലിയ പാഠം അതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, ഇമാമു സുന്ന എന്നറിയപ്പെട്ട മഹാനായ ഇസ്ലാമിന്റെ അയിമ്മത്തുകളിൽ ഒരാൾ, ഇമാമു ശാഫിഈ റഹിമഹുല്ലക്ക് വേണ്ടി ധാരാളമായി അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായി. ഇമാം അഹ്മദിന്റെ മകനായ അബ്ദുള്ള തന്റെ പിതാവ് ഇമാം ഷാഫിഈക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചു, യാ അബതി അയ്യു ശൈഇൻ കാന ശാഫിഈ ഫഇന്നി അസ്മഉക തുക്സിറു ദുആഅ ലഹു. എന്തിനാണ് താങ്കൾ മരണപ്പെട്ട ഇമാം ഷാഫിഈക്ക് വേണ്ടി ഇത്രമേൽ ദുആ ചെയ്യുന്നത്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ കാന ശാഫിഈ കശംസി ലിദ്ദുനിയ വകൽആഫിയതി ലിന്നാസ് ഫൻദുർ ഹൽ ലിഹാദൈനി മിൻ ഖൽഫിൻ ഔ മിൻഹുമാ ഇവദിൻ. ഓ മോനെ, ഇമാം ഷാഫിഈ ഈ ദുനിയാവിൽ സൂര്യന് സമാനമായിരുന്നു. സൂര്യപ്രകാശം പോലെ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം പകർന്നു നൽകിയ സൂര്യ തേജസ്സായിരുന്നു അദ്ദേഹം. വകൽആഫിയതി ലിന്നാസ്, ജനങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ അവർക്ക് സൗഖ്യവും നന്മയും അവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നിലനിൽപ്പും ആഫിയത്തും പകർന്നു നൽകിയ മഹാപണ്ഡിതനായിരുന്നു, ഈ ഉമ്മത്തിന്റെ ഇമാമായിരുന്നു അദ്ദേഹം. ഫൻദുർ ഹൽ ലിഹാദൈനി മിൻ ഖൽഫിൻ
ഔ മിൻഹുമാ ഇവദ്. സൂര്യൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ സൂര്യന്റെ സ്ഥാനം എത്ര വലുതാണ്. ഈ സൂര്യൻ ഈ ദുനിയാവിൽ നിന്ന് അന്യമായാൽ അതിന് സമാനമായ മറ്റൊരു സൃഷ്ടിയുണ്ടോ? പ്രകാശം പരത്തുന്ന മറ്റൊരു സമാന സൃഷ്ടിയുണ്ടോ? ഇല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഫിയത്ത്, ആരെയും പേടിക്കാതെ നിർഭയത്വത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗഖ്യം, ആഫിയത്ത് അതെത്രമേൽ പ്രസക്തമാണ്. ആഫിയത്ത് നമ്മിൽ നിന്ന് ഊരിയെടുക്കപ്പെടുകയും ദുനിയാവിൽ സമ്പത്തും അധികാരവും സ്ഥാനവും നമുക്ക് നൽകപ്പെടുകയും ചെയ്താൽ ആഫിയത്തിനേക്കാൾ പകരമായി മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇതുപോലെയാണ് ഇമാം ഷാഫിഈ. മനുഷ്യർക്ക് ആഫിയത്തും പ്രപഞ്ചത്തിന് സൂര്യനും പകരം വെക്കാനില്ലാത്ത അത്ഭുത പ്രതിഭാസങ്ങളാണെങ്കിൽ ഇമാം ഷാഫിഈ ഇസ്ലാമിന് നൽകിയ സേവനത്തിന്റെ വിഷയത്തിൽ അതിന് സമാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുകയാണ്. ഈ മഹാമനീഷികളെ പോലെയുള്ളവരെ കുറിച്ചുള്ള ചരിതങ്ങൾ, അവരെ കുറിച്ചുള്ള നല്ല വാർത്തകൾ, അവരുടെ രോമാഞ്ചപുളകരമാകുന്ന ചരിത്ര ശകലങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുസ്ലിമേ നമ്മുടെ കാതുകളിലൂടെ ഹൃദയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ കോതിക്കൊടുക്കുന്ന കഥകളിൽ, നമ്മുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളിൽ, നമ്മുടെ മനോമുകുരങ്ങളെ, നമ്മുടെ അന്തരാളങ്ങളെ ചിന്താകുലമാക്കുന്ന നമ്മുടെ അതീവ ചിന്തകളിൽ, മാനസിക സംഘർഷങ്ങളിൽ, അന്തരംഗ വ്യാപാരങ്ങളിൽ ഇവരെ കുറിച്ചുള്ള ഒരു ചിന്ത പോലെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാം ചിന്തിക്കുക. മുസ്ലിമാണ് പോലും നമ്മൾ, ഇസ്ലാമിന്റെ വക്താക്കളാണ് പോലും നമ്മൾ. ആരെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച? തികഞ്ഞ ഭൗതികന്മാർ, നിരീശ്വരവാദികൾ. ഒരു കളി അതിനെ പ്രൊഫഷനാക്കി കളി ജീവിതമാക്കി അല്ലാഹു ഗൗരവത്തിൽ നൽകിയ ജീവിതത്തെ കളിമയമാക്കിയവർ, വിനോദമാക്കിയവർ, അഭിനയമാക്കിയവർ, ആഭാസം കൊണ്ട് നടക്കുന്നവർ, രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി കൂറുമാറുന്ന നേതാക്കന്മാർ, പൊളിറ്റീഷ്യൻസ്, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ചകൾ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ, എത്രയാണ് നമ്മുടെ നാവിൽ, കൽബിൽ, കണ്ണിൽ, കാതിൽ, ചിന്തയിൽ. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് അവരുടെ ഉലമാക്കളെ, അമ്പിയാക്കൾ, അനന്തരവന്മാരെ നാം ഇപ്പോൾ മുസ്ലിമായി ഇസ്ലാമിലായി ജീവിക്കാൻ കാരണക്കാരായി അല്ലാഹു ഭൂലോകത്തേക്ക് തെരഞ്ഞെടുത്തയച്ചവർ, ഈ മഹാമനീഷികൾ, അവരെ കുറിച്ച് വിസ്മരിക്കുന്നത് എന്തുമാത്രം അപരാധമാണ്, എത്രമാത്രം അധമത്വമാണ്, എത്രമാത്രം നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സുന്നത്ത് വീണ്ടെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സംസാരം അതിനൊരു കാരണമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഖറാബുൽ അർളി ബിമൗതി ഉലമാഇഹാ. ഭൂമിയുടെ നാശം ആ ഭൂമിയിലെ ഇസ്ലാമിന്റെ ഉലമാക്കളുടെ മരണം കൊണ്ടാണ്. വഫുഖഹാഇഹാ വഅഹ്ലിൽ ഖൈരി ഫീഹാ. ദീനിന്റെ അവഗാഹം നേടിയവർ, ഖൈറിന്റെ വക്താക്കൾ, ദീനിന്റെ നന്മ അതിലേക്ക് ക്ഷണിച്ചതനുസരിച്ച് ജീവിച്ച് അതിലായി മരിക്കുന്നവർ, അവർ നഷ്ടം സംഭവിക്കുമ്പോൾ അവരാലുള്ള നഷ്ടമാണ് ഭൂമിയുടെ ഏറ്റവും വലിയ നഷ്ടം, നാശമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇമാം അബൂ മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്നമന്നാസു മഅൽ ഉലമാഇ മിസ്ലു നുജൂമി ഫി സമാ. ജനങ്ങൾ ഉലമാക്കളുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ആകാശമാകുന്ന ജനങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണവർ. ഇദാ ലഹറത് ലഹും ഇഹ്തദൗ വഇദാ ഖുഫിയ തഹയ്യറു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങിയാൽ ആകാശം പ്രകാശമാനമാകും. എന്നാൽ ആകാശത്തെ നക്ഷത്രങ്ങൾ മാഞ്ഞുപോയാൽ ആകാശം ഇരുട്ടകമാകും. ഇതുപോലെയാണ് ജനങ്ങളും ഉലമാക്കളും തമ്മിലുള്ള ബന്ധം, നക്ഷത്രവും ആകാശവും പോലെയുള്ള ബന്ധം. ഖദ് മാത ഖൗമുൻ വമാ മാതത് ഫളായിലുഹും വആശ ഖൗമുൻ വഹും ഫിന്നാസി അംവാതുൻ. അതെ, അതാണ് യാഥാർത്ഥ്യം. അവരിൽ നിന്ന് പലരും മറഞ്ഞുപോയി, പലരും കാലയവനികൾക്കുള്ളിൽ ദുനിയാവിനോട് ഇഹലോകത്തോട് വിട പറഞ്ഞ് നമുക്ക് ദുഃഖം സമ്മാനിച്ച് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ വിടവുണ്ടാക്കി നികത്താനാവാത്ത വിടവ് സമ്മാനിച്ചു മറഞ്ഞുപോയി. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ പോലെ, ഷെയ്ഖ് സാലിഹുൽ ഹൈദാൻ റഹിമഹുല്ലയെ പോലെ, ഷെയ്ഖ് ഫലാഹുൽ മുൻദുഖാറിനെ പോലെ, അലി ആദം അത്യൂബിയെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലയെ പോലെ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലയെ പോലെ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെ, മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെ, ഇമാം അഹ്മദിനെ പോലെ, ഇമാം ഷാഫിയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, ഇമാം അബൂ ഹനീഫയെ പോലെ അവർ നമുക്ക് നഷ്ടം സംഭവിച്ചു വിട പറഞ്ഞു. പക്ഷേ അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ അപദാനങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. ജനഹൃദയങ്ങളിലൂടെ അവർ കാഴ്ചവെച്ച വൈജ്ഞാനിക സംഭാവനകളിലൂടെ അതിന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു, പുതുജീവൻ പകർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ മരിച്ചു, പക്ഷെ അവരുടെ ശ്രേഷ്ഠതകൾ മരിക്കുന്നില്ല. പക്ഷേ
നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത മുസ്ലിം നാമധര നാരികളായി മുസ്ലിം ഹൃദയങ്ങൾ കീഴടക്കിയ അല്ലെങ്കിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനേകം ജീവിക്കുന്ന പേരുകൾ നമുക്കിടയിൽ ഇന്നും ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജീവക്ഷവങ്ങൾക്ക് സമാനമാണവർ. മരിച്ചുപോയ ഉലമാക്കൾ പകർന്നു നൽകുന്ന പുതുജീവനെ പോലെയല്ല അവർ. അതുകൊണ്ട് യഥാർത്ഥ ജീവനവും ആസ്വദിക്കാൻ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിലേക്ക് തിരിഞ്ഞു നടക്കുക. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ഒന്നുകിൽ നീ പഠിതാവാകുക, അല്ലെങ്കിൽ നീ പണ്ഡിതനാകുക. മൂന്നാമതൊരാളായി നീ മാറരുത്. ഒന്നെങ്കിൽ നീ പഠിക്കുന്നവനാകുക, പകർന്നെടുക്കുന്നവനാകുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതനാകുക. ആളുകളോടൊപ്പം തോന്നിയതുപോലെ കൂടുന്ന കൂടികളാകരുത് എന്ന് സ്വഹാബികൾ ചിലർ പറഞ്ഞതുപോലെ പഠിതാക്കളോ പണ്ഡിതന്മാരോ ആയി മാറാൻ, അതിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.